ഗൈസ് എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു മത്സരമായിരുന്നു ഇത്. കാരണം എഫ് സി ഗോവയെ സംബന്ധിച്ച് അവരുടെ ഷീൽഡ് പ്രതീക്ഷകൾ നിലനിർത്തണമെങ്കിൽ ഒരു ഡ്രോ ഒന്നും കൊണ്ട് പോരാ, വിജയം തന്നെ വേണമെങ്കിൽ മാത്രമേ മോഹൻ ബഗാൻ ആ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിജയം എങ്ങനെ അനിവാര്യമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ അത് ആവശ്യമായിരുന്നു. എന്താണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഗോവയ്ക്ക് വിജയിക്കാൻ സാധിക്കുന്നു. 2-0 എന്ന് പറയുന്നൊരു സ്കോറിലാണ് ഫട്ടോഡയിൽ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിക്കെതിരെ എഫ് സി ഗോവയ്ക്കൊരു ജയം സ്വന്തമാക്കാൻ സാധിക്കും. ഇതോടുകൂടി 4 പോയിൻറ്റിൻ്റെ മാത്രം ഡിഫറൻസ് ആയിട്ട് മോഹൻ ബഗാനുമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു കടുത്ത ഒരു ഷീൽഡ് റേസ് ഇപ്പോൾ ഉണ്ടായി വരുന്നത് പറഞ്ഞാൽ മോഹൻ ബഗാനും അതുപോലെ തന്നെ ഈ എഫ് സി ഗോവയും തന്നെയാണ്. കാരണം ജംഷഡ്പൂരിന് കഴിഞ്ഞ മാച്ച് പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് വലിയൊരു സെറ്റ് ബാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ബംഗളൂരു എഫ് സിയുടെ അവസ്ഥയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ചെന്നൈയിൻ എഫ് സിയുടെ ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്കും ചിലപ്പം മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ കാൽക്കുലേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധ്യത ഉണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നത് ചെന്നൈയിൻ എഫ് സി ഏതാണ്ട് പ്ലേ ഓഫ് കാണാതെ ഔട്ടായി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറയുന്നത്. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും അവർ മുന്നോട്ട് പോകണമെങ്കിൽ. ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യ പകുതി എഫ് സി ഗോവ എമ്മാതിരി പെർഫോമൻസ് നടത്തിയെന്ന് പറയുക, ടോപ്പ് ക്ലാസ് പെർഫോമൻസ്. അതേപോലത്തെ അറ്റാക്കിങ്ങും ഒരു വേറെ ലെവലായിട്ടുള്ള പ്രകടനം തന്നെയാണ് നടത്തിയത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏതാണ്ട് 5 ഷോട്ട് ഓൺ ടാർഗറ്റ്, 13 ഷോട്ട്സ്. ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തു നിന്ന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും വന്നില്ല, ആകെപ്പാട് ഒരു ഷോട്ട് മാത്രമാണ് വന്നത്. അപ്പം ഈ ആദ്യ പകുതിയിൽ തന്നെ ഗെയിം സീൽ ചെയ്യാനായിട്ട് എഫ് സി ഗോവയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 2 ഗോളുകളും ആദ്യ പകുതിയിൽ തന്നെ അടിക്കാൻ സാധിച്ചു. ആദ്യത്തെ ഗോൾ വരുന്നത് നവാസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അത് പ്രീതവും അതിലൊരു ഭാഗമായിട്ടുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ. പ്രീതത്തിൻ്റെ ഒരു അവിടെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ക്യാച്ച് ചെയ്യാൻ വരുന്നു, പ്രീതത്തിൻ്റെ ബോഡിയിൽ തട്ടി അത് പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ബോൾ കയ്യിൽ നിന്ന് പോയി. ആദ്യം റൈസൻ അടിച്ചു, അതിനുശേഷം അത് പോസ്റ്റിൽ തട്ടി വന്നു, അതിനുശേഷം ഇക്കോറെക്സേനെ അടിച്ചു. അങ്ങനെയാണ് 1-0 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മുന്നിലെത്തുന്നത്. അതിനുശേഷമാണ് ആകാശ് അംഗ്വാൻ്റെ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള ഒരു റൺ. അതിന് മുന്നേ ഒരു ഓവർലാപ്പ് റൺ നടത്തിയിട്ട് ഷോട്ട് നവാസ് സേവ് ചെയ്തിരുന്നു. എന്നാൽ രണ്ടാമത്തെ ചാൻസിൽ കൃത്യമായിട്ട് ആകാശ് അംഗ്വാൻ അത് ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളത് 2-0 എന്ന് പറയുന്ന ലെവലെത്തി. നമുക്കറിയാം 2-0 എന്ന് പറയുന്നൊരു കംഫർട്ടബിൾ ലെവലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. ഹാഫ് ടൈമിന് പിരിഞ്ഞു. പിന്നെ ഗോവയുടെ ഒരു ടിപ്പിക്കൽ രീതിയാണ് പിന്നീട് അങ്ങനെ ഒരുപാട് അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല. കുറച്ച് ഡിഫെൻസീവായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുക, കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക എന്നുള്ളൊരു പരിപാടി. സോ അത് തന്നെ അവർ ചെയ്തു. രണ്ടാം പകുതിയിൽ ചെന്നൈയിൻ എഫ് സി ചില സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ കൊണ്ടുവന്നു. ആദ്യം തന്നെ ഫറൂഖിനെയും വിൻസിയൊക്കെ കൊണ്ടുവന്നു, ഇർഫാനെയും കിയാൻ നസീരിയൊക്കെ മാറ്റിയിട്ട്. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റിലേക്ക് എത്തിയില്ല. അപ്പം ഫറൂഖിനൊരു നല്ല ചാൻസ് ഈ ഒരു മത്സരത്തിൽ കിട്ടിയതാണ്, അത് ഗോളാക്കി മാറ്റാമായിരുന്നു. അതുപോലെ ഫാറൂഖ് കൊടുത്തൊരു ക്രോസ് ചീമയ്ക്ക് ഒരു ഹെഡർ ഗോളാക്കാമായിരുന്നു. ഇതൊന്നും ഒരു ടാർഗറ്റിലേക്ക് പോലും എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിക്ക് ഒരു ടാർഗറ്റ് ഷോട്ട് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ രണ്ടാം പകുതി കുറച്ച് ഡിഫെൻസീവായിട്ട് കളിച്ചിട്ട് കൂടി രണ്ടാം പകുതിയിലും ഗോവയ്ക്ക് അതിനേക്കാൾ എനിക്ക് തോന്നുന്നൊരു 3ഓളം ഷോട്ട് ഓൺ ടാർഗറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞൊരു ചില ക്വിക്കായിട്ടുള്ള മൊമെൻറ്റ്സിൽ വന്നിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെയാണ് രണ്ടാം പകുതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു മത്സരം ഒരു ടിപ്പിക്കൽ എഫ് സി ഗോവ ജയിക്കുന്നൊരു മത്സരം. കാരണം ആദ്യ പകുതിയിൽ വളരെ മികച്ച രീതിയിൽ അഗ്രസീവായിട്ട് കളിച്ച് അടിക്കാൻ അത്രയും ഗോൾ അടിക്കുക, പിന്നെ കുറച്ച് ഒരു സേഫ് പ്ലേ കളിച്ചിട്ട് ആ ഒരു ഗെയിം തങ്ങളുടെ കൈപ്പിടിയിലാക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഗുണമുണ്ടായത് തീർച്ചയായിട്ടും എഫ് സി ഗോവയ്ക്കാണ്. നമുക്കറിയാലോ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും അവസാനത്തെ ലീഗ് മാച്ചാണ് ഗോവയും മോഹൻ ബഗാൻ. അതൊരു ഡിസൈഡറൊക്കെ ആയിട്ട് മാറുമോ എന്നുള്ളത് കണ്ടറിയാം. ഇനിയിപ്പം പോയിൻറ്റ്സ് ഒന്നും ഡ്രോപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ മോഹൻ ബഗാൻ്റെ റണ്ണും ഇവരുടെ റണ്ണും ഒക്കെ അതിനൊരു കാരണമായിട്ടൊക്കെ മാറും. നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ ഈ ഒരു മത്സരത്തെക്കുറിച്ച് തീർച്ചയായിട്ടും കമ്പൂസ് ചെയ്യാൻ വേണ്ടി സനിയഫ്.